ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടടാ, പക്ഷെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ല. മനസ്സിലായോ? നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ പഠിച്ചാൽ കിട്ടുമോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യമില്ല. നിങ്ങൾ കുറേ നാൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. കുറച്ചധികം വന്നിട്ടുണ്ടാകും. എന്നാൽ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? എന്തായാലും നിങ്ങളുടെ ഇതേ ഒരു ഫേസിൽ തന്നെയാണ് കേട്ടോ ഞാനും ഇപ്പോൾ ഉള്ളത്. കാരണം ഞങ്ങൾക്ക് സ്റ്റഡി ലീവാണ്, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ആണ് കേട്ടോ February 17 മുതൽ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ പെടാപ്പാട് വിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഒരു ടെക്സ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരായതുകൊണ്ടും MBBS പഠിക്കാൻ ആഗ്രഹമുള്ളവരായതുകൊണ്ടും പറഞ്ഞതാണ്. ഇത് കണ്ടോ, ഒരു ടെക്സ്റ്റിൻ്റെ കോലം. ഇത് ഞാനൊരു സീനിയറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അതാണ് ഇത്ര ഭംഗി. അപ്പോൾ അതാണ്ട് ബാക്കി ഞാൻ പഠിച്ചിളക്കിയതാണ് കേട്ടോ. ഇത് പാർക്കാണ് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് കണ്ടോ. ഇത് MBBS തേർഡ് ഇയറിലെ ഒരു സബ്ജക്റ്റാണ്, കമ്മ്യൂണിറ്റി മെഡിസിൻ. അതിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇനി മുതൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് MBBS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അതിനെക്കാട്ടി കൂടുതൽ എനിക്ക് വരുന്ന കമൻറ്റ്, ചേച്ചി ഇനി മുതൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് BDS ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി മുതൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെറ്റിനറി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? വെറ്റിനറിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയ ലാസ്റ്റ് റാങ്ക് എത്രയായിരുന്നു ചേച്ചി? BDSന് കഴിഞ്ഞ പ്രാവശ്യം പോയ ലാസ്റ്റ് റാങ്ക് എത്രയായിരുന്നു? അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് വരുന്ന കമൻസും കാര്യങ്ങളുമൊക്കെ. എടാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമൻറ്റ് ഇടുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരോ ആയിരിക്കും. എടാ, നിങ്ങൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടടാ, പക്ഷെ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ല. മനസ്സിലായോ? നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ പഠിച്ചാൽ കിട്ടുമോ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യമില്ല. നിങ്ങൾ കുറേ നാൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. കുറച്ചധികം വന്നിട്ടുണ്ടാകും. എന്നാലും അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നല്ല. എന്തായാലും ഇത്രയും വീക്ക്ലി എക്സാം എഴുതിയവർ ആ ഒരു ചാപ്റ്ററിൻ്റെ അവിടുന്ന് എങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയി എഴുതുന്നവരാണ്. ഇനി നിങ്ങൾക്കിതൊന്ന് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയും, ഞാൻ കുറേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, എനിക്കിനി ഇതൊന്ന് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്ത് സെറ്റാക്കിയാൽ മതി, ബാക്ക്ലോഗ്സ് ഉള്ളതെല്ലാം എനിക്കൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡോടെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊരു സ്ട്രക്ചേർഡായിട്ടുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഇനി മുതൽ പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കില്ലടാ. പിന്നെ നമ്മൾ സ്കൂൾ ടൈമിൽ പോലെ നമുക്ക് 100% പഠിച്ച് തീർത്തിട്ട് പോയി എഴുതാൻ പറ്റത്തില്ല. നീറ്റ് എന്നല്ല, ഇനി അങ്ങോട്ടുള്ള ഒരു ഇതും നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. ഇപ്പോൾ MBBSൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇത്രയും വലിയൊരു ടെക്സ്റ്റ് നമുക്ക് ഒരറ്റം മുതൽ ഒരറ്റം വരെ കവർ ചെയ്ത് പോയി എഴുതാൻ പറ്റുമെന്ന്? ഇല്ലടാ. നമ്മളും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. വേണ്ടേ, നിങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കൊക്കെ ഒന്ന് താഴെ എടുത്ത് വെച്ചിരുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ ഫോറൻസിക്കിൻ്റെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. ആ ഒരു ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ ഒത്തിരി അധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. പക്ഷേ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് ഇങ്ങനെ പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ ഇത് കണ്ടോ, കമ്മ്യൂണിറ്റി മെഡിസിൻ ഞാൻ ബുക്കിൻ്റെ ബാക്കിലാണ് എഴുതിയേക്കുന്നത്. ഇത് കണ്ടോ, കമ്മ്യൂണിറ്റി മെഡിസിൻ ആണെങ്കിലും നമ്മളിതാ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ സെലക്റ്റീവായിട്ട് എഴുതിയിട്ട് അത് ടിക്ക് ചെയ്താൽ നമ്മൾ പഠിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് ഒരിക്കലും 100% ഒരു സബ്ജക്റ്റ് പോലും ഫുള്ളായിട്ട് പഠിച്ചിട്ട് പോയി എഴുതാൻ പറ്റത്തില്ല. നമ്മൾ ഏകദേശം ഒരു 90% നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് ബാക്കി പ്രാർത്ഥിച്ച് പോയി എഴുതലേ നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നീറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്തു, അതിൻ്റെ മുകളിലും റിപ്പീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഫുൾ സിലബസ് കവർ ചെയ്ത് പോയി എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഫുൾ ക്വസ്റ്റ്യൻസ് പോയി ചെയ്ത് പഠിച്ചിട്ട് എഴുതാൻ പറ്റത്തില്ല. എല്ലാ ഗൈഡിലെയും കൂടെ ക്വസ്റ്റ്യൻസ് പോയി പഠിച്ച് അതുപോലെ മെമ്മറൈസ് ചെയ്ത് എഴുതാനൊന്നും ആർക്കും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുക. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ബയോളജി ആണെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ പഠിക്കുക. പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട. പിന്നെ ഇപ്പോഴേ എനിക്ക് ഇനി പഠിച്ചു കഴിഞ്ഞാൽ BDS കിട്ടുമോ, ഇനി പഠിച്ചു കഴിഞ്ഞാൽ വെറ്റിനറി കിട്ടുമോ, അങ്ങനെ ചിന്തിക്കണ്ട. എനിക്ക് ആദ്യ കാലങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി എനിക്ക് MBBS അല്ലാതെ വേറൊരു കോഴ്സും പറ്റത്തില്ല, എനിക്ക് BDSോ വെറ്റിനറിയോ ഒന്നും പറ്റത്തില്ല, അങ്ങനത്തെ കൊച്ചുങ്ങൾ തന്നെയാണ് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ് വിടുന്നത്. കാരണം ഈ ലാസ്റ്റ് ഫേസ് ആകുമ്പോഴത്തേക്കും അവർക്ക് നന്നായിട്ട് ടെൻഷൻ കയറുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു വെപ്രാളമാണ് വരുന്നത്.
ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മൈൻഡ് കൂളായിട്ട് വെക്കും. നിങ്ങൾ എന്തെല്ലാമൊക്കെയോ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്കിതൊക്കെ ഇനി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിലും ഈ ഒരു ടെക്സ്റ്റിനകത്തിൽ പല പല എക്സാംസ് എഴുതിയിട്ടുള്ളതാണ്. 3 ഇൻറ്റേർണൽ എക്സാം, 2 ഇൻറ്റേർണൽ എക്സാം എഴുതി, ഒരു മോഡൽ എക്സാം എഴുതി. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇൻറ്റേർണൽ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ അത്ര ഒരു ഇതിൽ പഠിക്കത്തില്ലല്ലോ. ഇവിടുന്ന് കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പുതുതായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി സ്ട്രക്ചേർഡായിട്ട് പോകുന്നത്. അതാണ്ടേ ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ് ഞാനിപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേര് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞങ്ങളുടെ 25 ചാപ്റ്റേഴ്സിൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ ഒരു സ്ട്രക്ചേർഡായിട്ട് ആ ഒരു ടോപ്പിക്സ് തീർത്ത് പോവുക. ഇപ്പോൾ തന്നെ കണ്ടോ, ഞങ്ങൾ ഡെമോഗ്രഫി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ട് ടിക്കറ്റ് പോവുക. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ഇൻറ്റേർണൽ എക്സാമിനും കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് വായിച്ചിട്ടൊക്കെ പോയി എഴുതിയ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം നമ്മൾ കോളേജ് ലൈഫ് അല്ലേടാ, അപ്പം ഫുള്ള് കുത്തിയിരുന്ന് പഠിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ഇവിടുന്നൊക്കെ വായിച്ചിട്ട് പോയി എഴുതിയിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു ഫേസ് വരുമ്പോഴത്തേക്ക് നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് ചെയ്യുന്ന കൊച്ചുങ്ങളാണ്. ചിലപ്പോൾ ഇതിലും നന്നായിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ പക്ക ആയിട്ട് പഠിച്ചിട്ടുണ്ടാകത്തില്ല. ഇതുപോലെ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട്, ചേച്ചി നന്നായിട്ട് ഉഴപ്പി പോകുന്നുണ്ട്, നന്നായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായാലും മിററിങ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയം നോട്ട് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്കിപ്പം ഇപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ഉഴപ്പി, ഇപ്പോൾ കുറച്ച് നേരം ഫോൺ നോക്കി, ബാക്കി സമയം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എത്ര നേരം ഇങ്ങനെ ഇരുന്ന് പഠിച്ചു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഒരു ദിവസം ഇത്ര മണിക്കൂറേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയം എഴുതണം എന്നില്ല. നിങ്ങൾ പഠിക്കുന്ന സമയം മാത്രം നോട്ട് ചെയ്ത് പോയാൽ മതി. ഇവിടെ ഞാനിപ്പോൾ 5 മണിക്ക് എഴുന്നേറ്റ് ഞാനിപ്പോൾ 7:30 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കി. ആ കുറച്ച് നേരം ഫോൺ നോക്കിയത് നിങ്ങൾ നോട്ട് ചെയ്യണ്ട, പക്ഷെ പഠിച്ച സമയം അതുപോലെ നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് എത്ര സമയം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്ര സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇപ്പം അങ്ങനെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടടാ, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഒക്കെ ആയിട്ട് എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം നിങ്ങൾക്കില്ല. നിങ്ങൾക്കതൊന്ന് ഓർഗനൈസ്ഡ് ആക്കി എടുത്താൽ മതി. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നൊരു രീതിയിൽ ഇതൊന്ന് സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസ്ഡ് ആക്കി എടുത്താൽ മതി. അങ്ങനെ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് ഇതുപോലെ നിങ്ങളൊന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ടിക്ക് ചെയ്ത് അത്യാവശ്യം സമയം കണ്ടെത്തി നിങ്ങൾ പഠിച്ച് മാറ്റി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി മുതൽ മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾ ആ ഒരു മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ചിലപ്പോൾ പറ്റത്തില്ല. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്ത് കിട്ടും. പിന്നെ എനിക്കിപ്പോൾ വരുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് റാങ്ക് പറയൂ എന്നുള്ളതാണ് കേട്ടോ. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ആക്കുന്നില്ല. ഞാനിപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ലാസ്റ്റ് റാങ്ക് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നേക്കാം കേട്ടോ. കാരണം ഞാനിപ്പോൾ കുറേ കൊച്ചുങ്ങൾ ഇങ്ങനെ എനിക്ക് പേഴ്സണലി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഈഴവ കാറ്റഗറിക്ക് കഴിഞ്ഞ പ്രാവശ്യം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ MBBS പോയ ലാസ്റ്റ് സ്കോർ എത്രയാണ്, റാങ്ക് എത്രയാണെന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ അങ്ങനെ കിടപ്പില്ല. അതായത് ലാസ്റ്റ് റാങ്ക് ഉണ്ട്, മാർക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് കാണും റാങ്ക് ഇല്ല, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ലാസ്റ്റ് റാങ്ക് ഉണ്ട്, മാർക്കില്ല കേട്ടോ യൂട്യൂബിലൊന്നും. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നേക്കാം. കാരണം ഇനി അതൊരു മോട്ടിവേഷൻ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ, അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ ഇന്ന കോഴ്സ് കിട്ടും എന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും കൂളായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചിപ്പം കുറച്ച് +2 സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുറച്ച് കൊച്ചുങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്നുള്ളൊരു സംഭവമാണിത്. ഞാൻ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടെല്ല ക്ലാസ്സസിനെ പറ്റിയിട്ട്. നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ടെല്ല ക്ലാസ്സസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ നമ്മുടെ നീറ്റ് അടുക്കാറായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് തന്നെ അവരിപ്പോൾ റിവിഷൻ ഫോക്കസ് ചെയ്തിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പവർ ബാങ്ക് സീരീസ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് 749 റുപ്പീസാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൊണ്ടാണ് ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ക്ലാസ് എടുക്കുന്നതൊക്കെ മെഡിക്കോസും എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൽറ്റീസുമാണ്. കാരണം ഇപ്പോൾ ഏതൊരു സീരീസ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ സീരീസും കാര്യങ്ങളും ക്രാഷ് കോഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഒരു 5Kക്ക് മുകളിലാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ്. അപ്പം സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്കാണെങ്കിലും 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ്
ആയിട്ട് ഇപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത്രയും കൂടെ യൂസ്ഫുൾ ആവും. ഇപ്പോൾ നിങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ റിവിഷൻ ബേസ് ആയിട്ടുള്ള റിവിഷൻ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റും അതുപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസും PDF മൊഡ്യൂൾസും മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെസ്റ്റും PDF ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 സെക്കൻഡിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് അവർ തരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് നോക്കുക. റേറ്റും അഫോർഡബിൾ ആണ്, ക്ലാസ്സസും നല്ല ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് സീരീസിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കാണിച്ചേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ MBBSന് വേണ്ടി തന്നെ മാക്സിമം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടുവരണ്ട. നിങ്ങളൊക്കെ കുറേയേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ശരിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. പിന്നെ ലാസ്റ്റ് റാങ്കിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.